വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. അങ്ങനെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ശബ്ദത്തിന് ചെറുതായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് അത് റിക്കവർ ചെയ്തിട്ടില്ല. എനിവേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആയിട്ടാണ്. Vivo V29 5G. ഇത് മിഡിൽ ഈസ്റ്റ് വേർഷനാണ്, ഇന്ത്യൻ വേരിയൻ്റ് അല്ല. ഇതെടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ വേരിയൻറ്റും ഈ ഒരു സ്മാർട്ട് ഫോണും തമ്മിൽ ഒന്ന് രണ്ട് ചെറിയ സ്പെസിഫിക്കേഷനിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. അതുമാത്രമല്ല, ഏകദേശം ഒരാഴ്ചയോളമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരാഴ്ചത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ബോക്സിനകത്ത് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് TPU കേസ് ലഭിക്കുന്നുണ്ട്. 80 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനൊപ്പം ലഭിക്കുന്നത്. പിന്നീടുള്ളത് Type A to Type C ചാർജിങ് കേബിൾ, പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള Vivo V29 5G. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് മെറ്റീരിയലാണ്. അത് തന്നെ കളർ ചേഞ്ചിങ് മെറ്റീരിയലാണ്. അതായത് നമ്മൾ വെയിലത്തോ അല്ലെങ്കിൽ UV ലൈറ്റൊക്കെ തട്ടുകയാണെങ്കിൽ ഒരു കളർ ചേഞ്ച് ആവുന്നതാണ്. കേർവ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് പിറകിലും അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 7.46 mm മാത്രമാണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. വളരെ സ്ലിം ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. 186 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. ബോക്സി ആയിട്ടുള്ള ക്യാമറ മൊഡ്യൂളാണ് അല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിൽ കാണുന്നത്. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്, ഒരു ഫ്ലാഷ് ലൈറ്റ്. പിന്നീട് എടുത്ത് പറയേണ്ടത് ഈ ഒരു ഓറ ലൈറ്റ്. ഇനി റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ടാണ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡ്യുവൽ നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡിനുള്ള ഓപ്ഷൻ ഇല്ല. ഇൻറ്റേർണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ, ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നതിന് മുമ്പ് എനിക്കിതിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വാറണ്ടി തന്നെയാണ്. നമ്മൾ നോർമലി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഐഫോൺ ഒഴികെ മറ്റേതെങ്കിലും സ്മാർട്ട് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം സ്മാർട്ട് ഫോണുകൾക്കും ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കാറില്ല എന്നതാണ് അതിൻ്റെ സത്യം. പക്ഷേ ഈ ഒരു Vivo V29 ഇന്ത്യയിലും വാറണ്ടി ലഭിക്കും. ഇന്ത്യ കൂടാതെ തന്നെ മറ്റു GCC രാജ്യങ്ങളിൽ വാറണ്ടി ലഭിക്കുമെന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ സ്മാർട്ട് ഫോൺ വാങ്ങുകയാണെങ്കിൽ ഇന്ത്യയിൽ വെച്ച് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളുണ്ടായാൽ അത് തിരിച്ച് ഗൾഫിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് റിപ്പയർ ചെയ്ത് വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് അയക്കുന്നത് ഒരുപാട് സമയനഷ്ടം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് വരികയാണെങ്കിൽ പോലും ഇന്ത്യയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസ്പ്ലേ സൈഡിലേക്ക് വന്നാൽ 6.78 ഇഞ്ചിൻ്റെ MOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. 120 Hz ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റിഫ്രഷ് റേറ്റ് 1.5K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. വളരെ തിന്നായിട്ടുള്ള ബസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ വ്യൂ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ആസ്വദിക്കാനും കൂടി സാധിക്കുന്നുണ്ട്. 453 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൽ വിഷ്വൽസും കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. 1300 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. വെളിയിലൊക്കെ പോയാൽ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ റീഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HDR10+ ഇതിൽ സപ്പോർട്ടാണ്. ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ല കളേഴ്സൊക്കെ ആക്യുറേറ്റ് ആണ്. അതുപോലെ തന്നെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ലഭിക്കുന്നത്. വളരെ സൂപ്പർബ് ആയിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹാർഡ്വെയർ സൈഡിലേക്ക് വന്നാൽ Qualcomm Snapdragon 778G എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6 nm ആണ് ചിപ്സെറ്റ് സൈസ്. ഒക്ടാ കോറിൽ 2.4 GHz ആണ്. ക്ലോക്ക് സ്പീഡ് Adreno 642L ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU എന്ന് പറയുന്നത്. എനിവേ കുറച്ച് പഴയ പ്രോസസ്സറും കാര്യങ്ങളാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു 778G എന്ന് പറയുന്നത് സക്സസ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ്, എസ്പെഷ്യലി ഗെയിമിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാഴ്ചവെക്കുന്ന പ്രോസസ്സറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ആഴ്ച യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യൻ വേരിയൻറ്റിലും ഈ ഒരു ഗ്ലോബൽ വേരിയൻറ്റിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ 8GB റാമിൽ 128 256GB മെമ്മറി വേരിയൻ്റ് ആണ് അവൈലബിൾ ആവുന്നതെങ്കിൽ ഖത്തറിൽ ഇത് 12GB റാമിൽ 256GB അതുപോലെ തന്നെ 12GB റാമിൽ 512GB മെമ്മറി വേരിയൻ്റിലാണ് അവൈലബിൾ ആവുന്നത്. ഇത് കൂടാതെ തന്നെ അപ് ടു 8GB വരെ നമുക്ക് റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. LPDDR4X ആണ് ഇതിൽ റാം ടൈപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ്. ഇവയെ കണക്ടിവിറ്റിയുടെ കാര്യത്തിലും ഈ ഒരു ഇന്ത്യൻ വേരിയൻറ്റും അതുപോലെ ഈ ഒരു ഗ്ലോബൽ വേരിയൻറ്റിലും ചെറിയൊരു വ്യത്യാസമുണ്ട്.
നമുക്കിതിൽ ഡ്യുവൽ 5G ബാൻഡ് യൂസ് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ 8ഓളം 5G ബാൻഡാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. Wi-Fi 6 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വേർഷൻ വരുന്നത്. ഇനി ഇന്ത്യൻ വേരിയൻറ്റിൽ NFC അവൈലബിൾ അല്ല എന്നതും ഈ ഒരു ഗ്ലോബൽ വേരിയൻറ്റിൽ NFC അവൈലബിൾ ആകും എന്നതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. IP68 റേറ്റിംഗോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് നേരം ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്താൽ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഉള്ളുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്കിതിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഓവറോൾ ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആൻഡ്രോയിഡ് 13 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിലെ ഫൺ ടച്ച് OS വരുന്നത് 13 തന്നെയാണ് വരുന്നത്. ഇതിൽ ഒഫീഷ്യലായിട്ട് കമ്പനി പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതായത് ആൻഡ്രോയിഡ് 15 വരെ ലഭിക്കുകയും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓവറായിട്ട് നമുക്കിതിൽ ഈ ഒരു ഹാർഡ്വെയർസോ അല്ലെങ്കിൽ ബ്ലോട്ട്വെയർസോ കാര്യങ്ങളൊന്നും നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു 2 സൈഡിലും എനിക്ക് കാണാൻ സാധിച്ചത്. 4600 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 80 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ ഏകദേശം 35ഓളം മിനിറ്റാണ് എനിക്കിതിൽ എടുത്തിട്ടുള്ളത്. ഈ ഒരാഴ്ച യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുകയാണെങ്കിൽ നമുക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ബാറ്ററി ലൈഫ് ഉണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എങ്കിലും നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ നമുക്ക് മോർണിംഗ് ടു നൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തിന് മുകളിലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സിംഗിൾ സ്പീക്കർ ആണെങ്കിലും അത്യാവശ്യം ലൗഡിയാണ്. എങ്കിലും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കാത്തൊരു നെഗറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ ഉപയോഗിച്ചിരിക്കുന്നത്. എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്ന നോക്കാം. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ ഇതിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 45 മിനിറ്റിന് മുകളിൽ ഞാൻ ഇതിൽ കളിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗ്രാഫിക് ക്വാളിറ്റി വെരി ഹൈയിലും അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് നമുക്കിതിൽ മാക്സിമത്തിലും കളിക്കാൻ സാധിച്ചു എന്നതാണ്. അതിൽ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടും വളരെ നല്ല രീതിയിൽ യാതൊരു തരത്തിലുള്ള ലാഗിങ് ഇഷ്യൂ അല്ലെങ്കിൽ ഫ്രെയിം റേറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും സഹായകരമായതെന്ന് പറയുന്നത് ഈ ഒരു Qualcomm Snapdragon 778G എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഓൾറെഡി സക്സസ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. നല്ല സൂപ്പർബായിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്കിതിൽ ആസ്വദിക്കാനും സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും സമയം ഞാൻ ഗെയിം കളിച്ചിട്ട് എനിക്ക് പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ഒരു ഗെയിമിംഗ് കളിക്കാനൊക്കെ ആസ്വദിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രൈസ് സെഗ്മെൻ്റ് ആണ് നിങ്ങളുടെ ബജറ്റെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണിത്. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലും 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ലെൻസ്, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ലെൻസ്, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ മൊത്തത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഡയലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം അത്യാവശ്യം നല്ല ഷാർപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് മിക്ക സമയത്തും ലഭിച്ചിട്ടുള്ളത്. HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും നല്ലതാണ്. മാക്രോ പെർഫോമൻസും അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുള്ളത്. ഇനി മെയിൻ ക്യാമറയിൽ എടുത്തിരിക്കുന്ന നൈറ്റ് ഫോട്ടോഗ്രാഫി എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല ഗംഭീരമായിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല സൂപ്പർബായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ക്രിയേറ്റീവായിട്ടുള്ള നമുക്കൊരു ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓറാ ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നല്ല ഗംഭീരമായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് നൈറ്റിലും എടുക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ്. അൾട്രാ വൈഡ് ലെൻസ് 8 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ഒന്നും ലഭിക്കുന്നില്ല. എങ്കിലും നമുക്കൊരു ഡീസൻ്റ് എന്നുള്ള രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ പഞ്ച്-ഹോൾ ക്യാമറയാണ് സെൽഫി ക്യാമറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂപ്പർബായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. മിക്ക ഫോട്ടോസും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം തന്നെ ചില സെനേരിയോയിൽ, പക്ഷേ വളരെ വളരെ അപൂർവമായിട്ടുള്ള ചില സെനേരിയോയിൽ മാത്രമാണ് നമുക്ക് ഒട്ടും നാച്ചുറൽ അല്ലാത്ത ഒരു കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടായിട്ടും വളരെ എന്താ പറയുക ഒരു റയർ സിറ്റുവേഷനിൽ മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. അതല്ലാത്ത
99% സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഫോട്ടോ എന്ന് പറയുന്നത് അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത്. നല്ല ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അത് HDR കാര്യം എടുത്തു കഴിഞ്ഞാലും പോർട്രേറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇവൻ നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് കാണാൻ സാധിച്ചത്. Vivo V29 വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 30 ഫ്രെയിം ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. OIS അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി ഇവൻ 4K വീഡിയോസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് സൂപ്പർബായിട്ട് തന്നെ കാണുന്നുണ്ട്. അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് ആയിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. എനിവേ ഓവറോൾ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 30 ഫ്രെയിം ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. പക്ഷേ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു സ്റ്റെബിലൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. പകരം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി ഉള്ള വീഡിയോ ആണ് വേണ്ടെങ്കിൽ ഫുൾ HD 30 ഫ്രെയിമിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സാമ്പിൾ ഇതിൻ്റെ കൂടെ കൊടുക്കുക. നല്ല ഗംഭീരമായിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എനിക്കിതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വീഡിയോ സ്റ്റെബിലിറ്റി തന്നെയാണ്. നല്ല രീതിയിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ HDR പെർഫോമൻസും ഉണ്ട്. അതുപോലെ തന്നെ അപ് ടു 2x വരെ നമുക്കിതിൽ വീഡിയോ സൂം ചെയ്തെടുക്കാൻ സാധിക്കുമെന്നത് ഒരു ഹൈലൈറ്റ് തന്നെയാണ്. പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ള നല്ല രീതിയിൽ കാറ്റ് എനിക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ആ ഒരു നോയ്സ് ഒന്നും നമുക്കിതിലൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിൽ തന്നെ നോയ്സ് റിഡക്ഷനും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ കാണുന്നതാണ് വിരാട് കോഹ്ലി ലിമിറ്റഡ് എഡിഷൻ ബോക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഖത്തറിൽ നിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രീ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ബോക്സ് ആണ്. ഇതിനകത്ത് നമുക്ക് വിരാട് കോഹ്ലിയുടെ സിഗ്നേച്ചറോട് കൂടിയിട്ടുള്ള ഒരു കുഞ്ഞു ബാറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവോയുടെ ഒരു TWS ഇയർഫോൺ ലഭിക്കുന്നുണ്ട്. പിന്നീട് 1.5 അതായത് 1.5 വർഷത്തെ വാറണ്ടിയാണ് നമുക്ക് ലഭിക്കുന്നത്. നോർമലി വാങ്ങുകയാണെങ്കിൽ 1 വർഷത്തെ വാറണ്ടിയാണ് ലഭിക്കുക. പ്ലസ് എന്ന് പറയുന്നത് GCCയിലും ഇന്ത്യയിലും അത് നിങ്ങൾ പ്രീ ഓർഡർ ചെയ്താലും ഇല്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു തരത്തിലുള്ള വാറണ്ടി ലഭിക്കും. പിന്നെ ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഡാമേജ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു തവണ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് മാറ്റി തരുമെന്നുള്ളതാണ് ഈ ഒരു പ്രീ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗിഫ്റ്റ് ബോക്സ് ലഭിക്കുന്നതിൻ്റെ ഒരു ഗുണം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GB 1649 ഖത്തറിയാൽ, ഏകദേശം ഇന്ത്യയുടെ 37,000 രൂപയും 12GB + 512GB ആണെങ്കിൽ 1849 ഖത്തറിയാൽ, അതായത് ഏകദേശം ഇന്ത്യയുടെ 41,500 റുപ്പീസാണ് ഏകദേശം ഇവിടെ ഒഫീഷ്യൽ പ്രൈസ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരാഴ്ച യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒട്ടനവധി പോസിറ്റീവ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. അതുപോലെ തന്നെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് സൂപ്പർബാണ്. ക്യാമറ പെർഫോമൻസും അത്യാവശ്യം നല്ലത് തന്നെയാണ്. ബാറ്ററി പെർഫോമൻസ് നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു നെഗറ്റീവ് എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സ്റ്റീരിയോ സ്പീക്കർ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള കാര്യം മാത്രമാണ്. ഇനി ഓവറോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിവോ സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു വിവോ V29 5G എന്ന് പറയുന്നത്. എനിവേ ഇന്നത്തെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചും എന്താണ് നിങ്ങൾക്ക് അഭിപ്രായമുള്ളത് ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.